എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപ ദർശന യോഗം. കഴിഞ്ഞ ഭാഗത്ത് 48ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. വേദം, യജ്ഞം, ദാനം, സ്വാധ്യായം, തപസ്, ഇതുകൊണ്ടൊന്നും ആർക്കും എന്നെ ഈ രൂപത്തിൽ കാണാനാകില്ല എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന 48ാമത്തെ ശ്ലോകം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടു. ഇന്ന് 49ാമത്തെ ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 49. മാതേ വ്യധാമാച വിമൂഢഭാവ ദൃഷ്ട്വാ രൂപം ഘോരമീദൃക്മമേദം വ്യപേതഭീഃ പ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. ഈദൃക് ഘോരം മമ, ഇത്ര ഘോരമായ എൻ്റെ ഇതം രൂപം ദൃഷ്ട്വാ, ഈ വിശ്വരൂപം കണ്ടിട്ട്, തേ വ്യഥാമ, നീ പേടിക്കണ്ട, വിമൂഢഭാവ ച മാ, പരിഭ്രമിക്കുകയും വേണ്ട, ത്വം വ്യപേതഭീ പ്രീതമനാ, നീ നിർഭയനും വളരെ സന്തോഷവാനുമായി, മേ തത് ഇതം രൂപം ഏവ, എൻ്റെ ആ പഴയ രൂപം തന്നെ പുനഃ പ്രവശ്യ, ഇതാ കണ്ടോളൂ എന്ന് പറയുകയാണ് ആര്? കൃഷ്ണൻ. ഈ ഭയാനകമായ എൻ്റെ ഈ വിശ്വരൂപം കണ്ട് നിനക്ക് പേടിയാകുന്നുണ്ടെങ്കിൽ, അല്ലയോ അർജുന, നീ ഒട്ടും തന്നെ പരിഭ്രമിക്കേണ്ട, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എൻ്റെ ആ പഴയ രൂപം ഇതാ കണ്ടോളൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഭാഗമാണത്. മാതേ വ്യധാമാച വിമൂഢഭാവ ദൃഷ്ട്വാ രൂപം ഘോരമീദൃക്മമേദം വ്യപേതഭീഃ പ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. അടുത്ത ശ്ലോകത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് യുദ്ധകളത്തിലെ രംഗം വിവരിക്കുന്നതാണ്. ശ്ലോകം 50. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യവപുർമഹാത്മാ. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, വാസുദേവ, അർജുനം, ശ്രീകൃഷ്ണൻ അർജുനനോട്, ഇതി ഉക്ത്വ, ഇങ്ങനെ പറഞ്ഞിട്ട്, സ്വകം രൂപം പുനഃ ദർശയാമാസ, തൻ്റെ ആ പഴയ രൂപം വീണ്ടും കാണിച്ചു കൊടുത്തു. മഹാത്മാ തഥാ, മഹാത്മാവായ ഭഗവാൻ അങ്ങനെ, സൗമ്യവപു ഭൂത്വ, ആ സൗമ്യരൂപം കൈക്കൊണ്ട്, ഭീതം ഏനം, ആ ഭയപ്പെട്ടു നിൽക്കുന്ന അർജുനനെ പുനഃ ആശ്വാസയാമാസ, പിന്നീട് ആശ്വസിപ്പിക്കുകയും ചെയ്തു. കൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ ആ പഴയ രൂപം കാണിച്ചു കൊടുത്തു. ആ ഭയപ്പെട്ടിരിക്കുന്ന, പേടിച്ചു വിറച്ചിരിക്കുന്ന അർജുനനെ ആ പഴയ രൂപത്തിൽ, ആ സുഹൃത്തായി അർജുനൻ എങ്ങനെയാണോ കൃഷ്ണനെ കണ്ടിരുന്നത്, ആ രൂപത്തിൽ കൃഷ്ണൻ അർജുനനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ധനഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയാണ്, സർവശക്തനായ ജഗദീശ്വരൻ പാണ്ഡവപക്ഷത്താണ് എന്ന വസ്തുത ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കൂ എന്ന ധ്വനി ആ സഞ്ജയൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാം. പക്ഷേ അന്ധത ബാധിച്ച ധൃതരാഷ്ട്രക്കൊണ്ടും അത് മനസ്സിലാകുന്നു. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സഞ്ജയ ഉവാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യവപുർമഹാത്മാ. അർജുന ഉവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്ത സചേതാ പ്രകൃതിം ഗത. ജനാർദ്ദന, തവ സൗമ്യം, ഭഗവാനെ, അങ്ങയുടെ ഈ സൗമ്യമായ ഇതം മാനുഷം രൂപം ദൃഷ്ട്വാ, ഈ മനുഷ്യരൂപം കണ്ടിട്ട്, അഹം ഇദാനീം സചേതാ, ഞാനിപ്പോൾ വളരെ സ്വസ്ഥനായി എന്ന് പറയുകയാണ് ആര്? അർജുനൻ. പ്രകൃതിം ഗത, അതായത് ആ സ്വഭാവത്തെ പ്രാപിച്ചവനായി, സംവൃത്ത അസ്മി, ആയിത്തീർന്നിരിക്കുന്നു എന്ന്, അതായത് എനിക്കിപ്പോൾ വളരെ മനസമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സുബോധമുണ്ട്, ഇതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി എന്ന് പറയുകയാണ് ആര്? അർജുനൻ. അങ്ങയുടെ ഈ മനുഷ്യരൂപം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സമാധാനമായി എന്ന്, മനസമാധാനവും സുബോധവും എല്ലാം തിരിച്ചു വന്നു എന്ന് പറയുകയാണ് അർജുനൻ. അതായത് വേണ്ടത്ര മനസ്സിന് പാകത വരാത്ത ഒരാൾ ആത്മീയതയുടെ ആ മൂർധന്യത്തിലേക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആനന്ദം അനുഭവിക്കുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതീന്ദ്രിയമായ ഈശ്വരാനുഭൂതിയിൽ അയാൾക്ക്
ഒരുപക്ഷെ തലകറക്കമൊക്കെ ഉണ്ടായില്ലെങ്കിൽ ശരിയായ ഒരു മനസ്സിൻ്റെ നില തെറ്റിപ്പോകാനുള്ള ഇടവരും. 51-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അർജുന ഉവാച ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്ത സചേതാ പ്രകൃതിം ഗത. ഈ വിശ്വരൂപം എത്ര അസുലഭമാണ് എന്ന് ഭഗവാൻ പറയുകയാണ് 52ഉം 53ഉം ശ്ലോകങ്ങളിൽ കൂടെ അത് നോക്കാം. ശ്ലോകം 52-53. ശ്രീ ഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, മമ യത് രൂപം ദൃഷ്ടവാൻ അസി, നീ ഇപ്പോൾ കണ്ട എൻ്റെ ഈ വിശ്വരൂപമുണ്ടല്ലോ അത് കാണാൻ വളരെ പ്രയാസമാണ്. ദേവാ അഭിനിത്യം അസ്യ, ദേവന്മാർ പോലും അതൊന്നു കാണാൻ വേണ്ടി രൂപസ്യ ദൃഷ്ടവാനസി, എന്നെ ഏത് വിധം നീ കണ്ടുവോ ഏവം വിധ അഹം, ആ വിധത്തിലുള്ള എൻ്റെ ഈ വിശ്വരൂപത്തെ വേദൈ ദൃഷ്ടും ന ശക്യ തപസാന ദാനേന ഇജ്ജയ, അതായത് വേദാധ്യായനം, തപസ്, ദാനം, യജ്ഞം ഇതുകൊണ്ടൊന്നും കാണാൻ സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നീ കണ്ട എൻ്റെ വിശ്വരൂപമുണ്ടല്ലോ അത് കാണാൻ വളരെ പ്രയാസമാണ്. ദേവന്മാർ പോലും ഇതൊന്ന് കാണാൻ കൊതിക്കുകയാണ്. എന്നെ ഏത് രൂപത്തിൽ നീ കണ്ടുവോ ആ വിധത്തിലുള്ള എൻ്റെ വിശ്വരൂപത്തെ വേദാധ്യായനം, തപസ്, ദാനം, യജ്ഞം ഇതുകൊണ്ടൊന്നും കാണാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അത്രയും അസുലഭമായ അനുഗ്രഹം കൊണ്ടാണ് അർജുനന് അത് കാണാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഭഗവാന്റെ സുഹൃത്തായ അർജുനനെ ഭഗവാൻ അത് കാണിച്ചു കൊടുത്തു എന്ന്. 52ഉം 53ഉം ശ്ലോകങ്ങൾ ഒന്നുകൂടെ നോക്കാം. ശ്രീ ഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. ഇനി എങ്ങനെ ആ രൂപത്തെ കാണാൻ കഴിയും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 54. ഭക്തിയാത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ തു പരന്തപ അർജുന. എന്നാൽ ഹേ അർജുന, ഏവം വിധ അഹം, ഏതുവിധമായ എൻ്റെ ആ സ്വരൂപത്തെ തത്വേന ജ്ഞാതും, ശരിയാവണ്ണം അറിയാനും കാണാനും മാത്രമല്ല, ദൃഷ്ടും പ്രവേഷ്ടും ച, അതുമായി ചേരാനും, അതായത് തന്മയീ ഭവിക്കാനും, അനന്യയാ ഭക്തിയാശക്യ, അനന്യഭക്തി കൊണ്ട് സാധിക്കും എന്ന്. അല്ലയോ അർജുന, ആ വിധത്തിലുള്ള എൻ്റെ രൂപത്തെ കാണാനും അറിയാനും അതുമായി തന്മയീ ഭവിക്കാനും അനന്യഭക്തി കൊണ്ട് സാധ്യമാണ് എന്ന്. ആത്മസാക്ഷാത്കാരത്തിനുള്ള 3 പടികളാണ് ഇവിടെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഏതൊക്കെയാണത്? ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും, അറിയുക, കാണുക, പിന്നെ അതിലേക്ക് പ്രവേശിക്കുക എന്ന്. ഇങ്ങനെ മാർഗത്തെക്കുറിച്ചായാലും ലക്ഷ്യത്തെക്കുറിച്ചായാലും സാധകന് നല്ല ബോധ്യം വേണം. അവിടെ നിന്നാണ് ആധ്യാത്മിക സാധനയുടെ തുടക്കം എന്ന് പറയാം. ആധ്യാത്മിക സാധനയുടെ കാര്യം മാത്രമല്ല, നമുക്ക് ഏത് കാര്യമാണെങ്കിലും ലക്ഷ്യവും മാർഗവും ഉറച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. 54-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഭക്തിയാത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ശ്ലോകം 55. മത്കർമ്മകൃത് മത്പരമ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യ സ മാമേതി പാണ്ഡവ. പാണ്ഡവ, ഹേ അർജുന, മത്കർമ്മകൃത്, മതാർപ്പണമായി അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായി എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നവനും, മത്പരമ, എന്നെ അല്ലെങ്കിൽ ആ പരമാത്മാവിനെ തന്നെ പരമ ആശ്രയമായി കരുതുന്നവനും, മത്ഭക്ത, എന്നിൽ
പരമപ്രേമത്തോടു കൂടിയവനും സംഘവർജിത മറ്റൊന്നിലും ബന്ധം ഇല്ലാത്തവനും സർവഭൂതേഷു ഒരു ജീവിയുടെ നേരെയും നിർവൈര ദ്വേഷബുദ്ധിയില്ലാത്തവനും യ സമാം ഏതി ആരോ അവൻ എന്നെ പ്രാപിക്കുന്നു എന്ന്. ഹേ അർജുന, മതാർപ്പണമായി അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനും എന്നെ പരമാത്മാവായി കരുതുന്നവനും എന്നിൽ പരമപ്രേമത്തോടു കൂടിയവനും മാത്രമല്ല ഒരു ജീവിയുടെ നേരെയും ദ്വേഷബുദ്ധിയില്ലാത്തവനും ആരോ അവൻ എന്നെ പ്രാപിക്കുന്നു എന്ന്. 5 കാര്യങ്ങളാണ് ഇവിടെ ഈ അധ്യായത്തിൽ പറഞ്ഞു ഉപസംഹരിക്കുന്നത്. ഈശ്വരാർപ്പണമായി എല്ലാ കർമ്മങ്ങളും പ്രവൃത്തികളും ചെയ്യുക, പിന്നെയോ പരമാത്മാവിനെ തന്നെ പരമലക്ഷ്യമായി കാണുക, ഭഗവത് ഭക്തി വളർത്തുക, മറ്റൊന്നിലും അമിതമായ ആസക്തി ഇല്ലാതിരിക്കുക, ഒരു ജീവിയുടെ നേരെയും ദ്വേഷബുദ്ധിയോടെ ഇല്ലെങ്കിൽ വെറുക്കാതിരിക്കുക. ഒരു ആധ്യാത്മിക സാധകന് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 11ാം അധ്യായമായ വിശ്വരൂപ ദർശനം എന്ന അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഓം തത്സൽ ഇതി ശ്രീമദ് ഭഗവത്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപദർശനയോഗോ നാമ ഏകാദശോധ്യായ. സർവം കൃഷ്ണാർപ്പണമസ്തു.